ടൈമസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമ്മുടെ വിസയിൽ പാസ്പോർട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാന്നുള്ളത് തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അപ്ഡേറ്റ് യുവർ UK വിസ ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ UK ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റ് വരും. ആ സൈറ്റിൽ പോയിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴേക്ക് നമുക്ക് അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്ഡേറ്റ് യുവർ UK VI അക്കൗണ്ട് ഡീറ്റെയിൽസ്. അതിൻ്റെ ഇടയിൽ നമുക്ക് സൈൻ ഇൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. സൈൻ ഇൻ ടു യുവർ UK VI അക്കൗണ്ട് നമ്മളത് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരും സൈൻ ഇൻ്റെ ഒരു ഓപ്ഷൻ കാണും, അതും കൊടുക്കാം. ഇത് തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചുമ്മാ ഈ വിസ എടുത്താൽ മാത്രം പോരാ, ആ ഈ വിസയിൽ നമ്മുടെ ട്രാവൽ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് അത് അപ്ഡേറ്റ് ചെയ്യണം. ഇതൊരു മസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കൺട്രി വിസിറ്റ് ചെയ്തിട്ട് UK റിട്ടേൺ വരുമ്പോൾ നമുക്ക് ഇമിഗ്രേഷനിൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് തീർച്ചയായും ഇത് കാണുന്ന എല്ലാവരും ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാട്ട് ഐഡൻറ്റിഫൈ ഡോക്യുമെൻറ്റ് നമ്മൾ ഇതുവരെ ഈ വിസ എടുത്തിരിക്കുന്നത് BRP ആണ്. അപ്പോൾ BRP കൊടുത്തു, BRP സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് BRP കാർഡിൻ്റെ റെഫറൻസ് നമ്പർ നമ്മളവിടെ കൊടുക്കുക, അത് കണ്ടിന്യൂ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. നമുക്കൊരു സെക്യൂരിറ്റി കോഡ് വരും നമുക്ക് സൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമുക്ക് മെയിൽ ID യും മൊബൈൽ നമ്പറും ഉണ്ട്. നമുക്കിഷ്ടമുള്ളത് കൊടുക്കുക. അപ്പോൾ സെക്യൂരിറ്റി കോഡ് വരും. അത് വന്നതിന് ശേഷം നമ്മളത് അടിച്ചു കൊടുക്കുക. ആ കോഡ് അടിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മുടെ UK VI അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിൽ കയറുമ്പോൾ അപ്പോൾ നമ്മുടെ BRP കാർഡുകൾ നമ്മുടെ ഇതുവരെയുള്ള BRP കാർഡുകൾ നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റാണോ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ തൊട്ട് മുകളിൽ ആഡ് അനദർ അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഒരു അക്കൗണ്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ നോക്കി. നമ്മൾ ഈ വിസ എടുത്ത ടൈമിൽ ഈ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ചേഞ്ച് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് നോ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അതിന് ശേഷം അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ ഈ പേജിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് പാസ്പോർട്ടാണ് ആഡ് ചെയ്യേണ്ടത്, കാരണം അതാണ് നമ്മുടെ ട്രാവൽ ഡോക്യുമെൻറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് കൊടുക്കുന്നത് കറക്റ്റാണോ എന്ന് നോക്കാം, എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ ഇതിൽ അവർ ചോദിക്കും എന്താണ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പാസ്പോർട്ടാണ് ആഡ് ചെയ്യണം. അപ്പോൾ പാസ്പോർട്ട് സെലക്ട് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒന്നല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ എടുക്കാം, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മുൻപൊരു ഫോട്ടോ എടുത്തിട്ട് JPG ഫോമാറ്റിലാണെന്നുണ്ടെങ്കിലും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇൻസ്ട്രക്ഷൻസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഇത് കാണും. അവിടെ നമ്മളതിൽ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ കാണിക്കും അതിൽ. അപ്പോൾ അത് കാണിച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഇമെയിൽ കൺഫർമേഷൻ വരും. അപ്പോൾ ഇമെയിൽ കൺഫർമേഷൻ വരുമ്പോൾ നമുക്കത് സക്സസ്ഫുള്ളായി നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് പോയി നോക്കാം. സക്സസ്ഫുള്ളി ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ടൈം നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ സൈൻ ഇൻ പേജ് വരുമ്പോൾ നമ്മളവിടെ കൊടുക്കേണ്ടത് നമ്മുടെ പാസ്പോർട്ടാണ് സെലക്ട് ചെയ്തിട്ട് പാസ്പോർട്ട് ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. പിന്നെ BRP വെച്ച് നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് ഡീറ്റെയിൽസാണ് പിന്നെ കൊടുക്കേണ്ടത്.